ഏവർക്കും വന്ദനം. ഞായറാഴ്ച രാവിലെയുള്ള നമ്മുടെ ധ്യാനത്തിന് ആസ്പദമായി വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ 10-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യം ഞാൻ വായിക്കുന്നു. ന്യായശാസ്ത്രി തന്നെത്താൻ നീതീകരിപ്പാൻ ഇച്ഛിച്ചിട്ട് യേശുവിനോട്, എൻ്റെ അയൽക്കാരൻ ആര് എന്ന് ചോദിച്ചതിന് അവിടെ ഞാൻ നിർത്തുകയാണ്. വളരെ ശ്രദ്ധേയമായ ഒരു ചോദ്യം, എന്നാൽ ഒറ്റ നോട്ടത്തിൽ അനാവശ്യമാണ് എന്ന് തോന്നിയേക്കാവുന്ന ഒരു ചോദ്യം. എൻ്റെ അയൽക്കാരൻ ആരാണ് എന്ന് ചോദിക്കേണ്ട വല്ല ന്യായവുമുണ്ടോ, ആവശ്യവുമുണ്ടോ? തീർച്ചയായും ഈ ഭാഗം നിങ്ങൾ ഏവരും വായിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഈ ചോദ്യം നിങ്ങളുടെ മനസ്സിൽ തറച്ചിട്ടുണ്ട്. തൽഫലമായി ചോദ്യത്തിൻ്റെ ആവശ്യകതയെപ്പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഈ പരസ്പര സഹകരണത്തിലുള്ള ഈ അന്വേഷണം അനായാസമായി തീരും എന്ന പ്രതീക്ഷ എനിക്കുണ്ട്. ഏതായാലും നമ്മുടെ അന്വേഷണ യാത്ര ആരംഭിക്കും. ഇതിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം. ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യം മുതൽ വായിക്കേണ്ടതാണ്. 25 മുതൽ 37 വരെയുള്ള വാക്യങ്ങളിലാണ് നല്ല ശമര്യക്കാരൻ്റെ ഉപമയും ആ ഉപമ യേശു പറയാനുള്ള പശ്ചാത്തലവും രേഖപ്പെടുത്തിയിരിക്കുന്നത്. ന്യായശാസ്ത്രി യേശുവിനെ കൊച്ചാക്കുന്നതിന് വേണ്ടി നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ അതിൽ നിൻ്റെ ന്യായപ്രമാണത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു? അപ്പോൾ ഉത്തരം പറയുന്നുണ്ട്. യേശു പറയുന്നു, നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക. അപ്പോൾ എൻ്റെ അയൽക്കാരൻ ആരാണെന്ന് ഞാൻ എങ്ങനെയാണ് അറിയുന്നത്? എനിക്ക് അറിഞ്ഞുകൂടാ എൻ്റെ അയൽക്കാരൻ ആരാണ് എൻ്റെ അയൽക്കാരൻ? പ്രിയമുള്ളവരെ, ഈ ഒരു ചോദ്യത്തിൽ യഹൂദ സംസ്കാരവും യഹൂദ മതത്തിൽ സംഭവിച്ച ഭീകരമായ പാളിച്ചയും അന്ന് നിലവിലിരുന്ന സാമൂഹ്യ, സാമ്പത്തിക, വർഗീയ സാഹചര്യങ്ങളും അടങ്ങിയിട്ടുണ്ട്. ഇത് വളരെ ഒറ്റനോട്ടത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു ഇന്നസെൻറ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് തോന്നുമെങ്കിലും അതങ്ങനെയല്ല. ഇവിടെ അടങ്ങിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, യഹൂദനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അയൽക്കാരൻ ആരായിരിക്കണം, അതിനേക്കാൾ ഉപരിയായി ആരായിക്കൂടാ എന്നതിനെപ്പറ്റി സ്പഷ്ടമായ, ആർക്കും തിരുത്തി എഴുതുവാൻ കഴിയാത്ത വിധത്തിൽ സൃഷ്ടിച്ചു വച്ചിരിക്കുന്ന സങ്കല്പങ്ങളും നിർബന്ധങ്ങളും ഉണ്ടായിരുന്നു. നമുക്കറിയാം, യഹൂദന്മാർ ലോകത്തെ രണ്ടായി കീറി മുറിച്ചു. യഹൂദന്മാരും പുറജാതിക്കാരും, ജ്യൂസ് ആൻഡ് ജെൻറ്റൈൽസ്. അതിലേറ്റവും മൂർച്ചയേറിയ ഒരു നിലപാടാണ് യഹൂദനും ശമര്യക്കാരും തമ്മിലുള്ള വ്യത്യാസം. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ യാക്കോബിൻ്റെ കുളക്കര വെച്ച് യേശു ഒരു ശമര്യക്കാരസ്ത്രീയെ കണ്ടുമുട്ടുന്നു. അവളോട് അവൻ പറയുന്നു, എനിക്ക് ദാഹിക്കുന്നു, കുടിപ്പാൻ വല്ലതും കിട്ടുമോ? അപ്പോൾ അവൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യവും ഈ ചോദ്യവും ഒരുമിച്ച് നാം പരിഗണിക്കേണ്ടി വരും. നീ ഒരു യഹൂദനായിരിക്കെ ശമര്യക്കാരിയായ എന്നോട് കുടിക്കാൻ ചോദിക്കുന്നത് എങ്ങനെ? How can you, a Jew, ask of me, a Samaritan woman, for a drink? ഇതൊരു ചോദ്യം തന്നെയാണ്. അപ്പോൾ യഹൂദൻ്റെ അന്നുണ്ടായിരുന്ന കാഴ്ചപ്പാടിൽ ഒരു ശമര്യക്കാരൻ ഒരിക്കലും ഒരു യഹൂദൻ്റെ അയൽക്കാരനാകുവാൻ സാധ്യമല്ല. അപ്പോൾ യേശു യഹൂദന്മാർ വെച്ച് പുലർത്തിയിരുന്ന കാഴ്ചപ്പാടുകളോ മനോഭാവങ്ങളോ അനുസരിച്ച് പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ശമര്യക്കാരൻ്റെ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന യാക്കോബിൻ്റെ കുളക്കരയിൽ പോകുമായിരുന്നില്ല. അപ്പോൾ യഹൂദൻ്റെ കാഴ്ചപ്പാടിൽ നോക്കിയാൽ യേശു ചെയ്തത് ഒരു പൊറുക്കാൻ പാടില്ലാത്ത അപരാധമാണ്. യഹൂദ മതത്തോടും ജാതിയോടും സംസ്കാരത്തോടും കാണിച്ച ഒരു നന്ദികേടാണ്. അവരെ പുച്ഛിക്കുന്നതിന് സമമാണ്. അപ്പോൾ നിൻ്റെ അയൽക്കാരൻ ആരാണ്? നാം എങ്ങനെ മനസ്സിലാക്കണം? ഇവിടെ നാം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് അയൽക്കാരനോടുള്ള മനോഭാവം സ്നേഹം ആയിരിക്കണം.
സ്നേഹത്തിൻ്റെ കണ്ണിൽ കൂടെ നോക്കുവാൻ നാം നിർബന്ധിതരാണ്. നാം ദൈവത്തെ അറിയുന്നവരും അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കുന്നവരെന്നൊക്കെ പറയുമ്പോൾ ദൈവം സ്നേഹമാകുന്നു. അതുകൊണ്ട് സ്നേഹത്തിൻ്റെ കണ്ണിൽ കൂടെ ലോകത്തെ മുഴുവനും കാണാനും മനസ്സിലാക്കുവാനും, അങ്ങനെ മനസ്സിലാക്കുന്നത് കൊണ്ട് നമ്മുടെ പ്രവൃത്തികളെ, നിലപാടുകളെ ക്രമീകരിക്കുവാനും അച്ചടക്കമുള്ളതാക്കി തീർക്കാനും, പ്രത്യേകിച്ച് ഉത്തരവാദിത്വ ബോധമുള്ളതാക്കി തീർക്കാനും നമുക്ക് കടമയുണ്ട് എന്നത് ഈ സമയത്ത് പ്രത്യേകം എടുത്തു പറയേണ്ട യാഥാർത്ഥ്യം, വസ്തുത തന്നെയാണ്. എന്നാൽ നമുക്കറിയാം, മനുഷ്യ സ്വഭാവത്തിൻ്റെ വൈകല്യം അതെപ്പോഴും ചുമതലകളുടെ വ്യാപ്തി എത്രമാത്രം കുറയ്ക്കാമോ അത്രമാത്രം കുറച്ച് എല്ലാം സൗകര്യത്തിന് അടുക്കിപ്പെറുക്കി വെച്ച് നാളുകൾ കഴിച്ചു കൂട്ടുന്ന ഒരു കാഴ്ചപ്പാടാണ്. ഇപ്പോൾ നാം വിവിധ സഭകളിൽ ഏർപ്പെട്ടിരിക്കുന്നു. ഒരു CSI വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു പെന്തക്കോസ് വിശ്വാസിയോട് ഒരു വിധത്തിലും ചുമതല ബോധം ഉണ്ടാകുവാനോ അവനെ അയൽക്കാരനായിട്ടോ അവളെ അയൽക്കാരിയായിട്ടോ സ്വീകരിപ്പാനോ നമുക്ക് ചുമതലയുള്ളതായിട്ട് നമുക്ക് ബോധ്യമില്ല. അങ്ങനെ ഞങ്ങൾ ആരെയും സ്വീകരിക്കത്തില്ല, കരുതത്തില്ല നമ്മൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുന്നില്ല എങ്കിലും നമ്മുടെ അനുമാനങ്ങളും നമ്മുടെ സമീപനങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ അങ്ങനെ തന്നെയാണ്. അത് ഏറ്റവും വ്യക്തമായിട്ട് അറിയണമെങ്കിൽ ഒരു യാക്കോബ വിശ്വാസിയോട് ചോദിക്കണം, ഒരു ഓർത്തഡോക്സ് വിശ്വാസി നിൻ്റെ അയൽക്കാരനാകാൻ വല്ല സാധ്യതയുമുണ്ടോ? അതുപോലെ തന്നെ ഇപ്പുറത്ത് മാറി ഓർത്തഡോക്സ് സഭ എരിവുകാരനോട് ചോദിക്കണം, ഒരു യാക്കോബ വിശ്വാസി നിൻ്റെ അയൽക്കാരനായിട്ട് നീ സ്വീകരിക്കുമോ? അപ്പോഴറിയാം ഈ ആശയത്തിൻ്റെ ചൂട്, അതിൻ്റെ മൂർച്ച എത്ര വലുതാണ് എന്നപ്പോൾ മനസ്സിലാവും. അതുപോലെ തന്നെ ഒരു ബിഷപ്പിൻ്റെ അല്ലെങ്കിൽ ആർച്ച് ബിഷപ്പിൻ്റെ ഹിതമനുസരിച്ച് പ്രവർത്തിക്കാതെ സ്വന്തമായ അഭിപ്രായവും ചിന്തിക്കാനുള്ള കഴിവും അതനുസരിച്ച് നിലപാടെടുക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മെത്രാനോട് ചോദിക്കണം, അങ്ങനെ ഒരാളെ നിൻ്റെ അയൽക്കാരനായിട്ട് സ്വീകരിപ്പാൻ നിനക്ക് സാധിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അപ്പോഴറിയാം ഈ ചോദ്യത്തിൻ്റെ പ്രസക്തി എന്താണ് എന്നുള്ളത്. ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, നാം ഏവരും എല്ലാ സാധ്യതകളുടെയും വ്യാപ്തി നമ്മുടെ സങ്കുചിതമായ ആശയങ്ങൾക്കും താല്പര്യങ്ങൾക്കും നാം പ്രാപിച്ച താരിഫുകൾക്കും അനുസരണമായി വളച്ചൊടിച്ച് വെട്ടിക്കുറച്ച് വെച്ചിരിക്കുകയാണ്. ആ പരിധിക്ക് അപ്പുറത്ത് നിൽക്കുന്ന ഒന്നും നമുക്ക് ബന്ധമുള്ളതല്ല, അവയെപ്പറ്റി നമുക്ക് ചുമതലയുണ്ടാകേണ്ട കാര്യമില്ല. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കണം, അതിന് സമമായിട്ട് അയൽക്കാരനെയും സ്നേഹിക്കണം. ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യം, നിൻ്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും സ്നേഹിക്കണം. ഇതാകുന്നു ഒന്നാമത്തെ കൽപ്പന. രണ്ടാമത്തേത് അതിനോട് സമം, നിൻ്റെ അയൽക്കാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. ഇതാണ് അതിൻ്റെ പൂർണ്ണമായ പശ്ചാത്തലം. അപ്പോൾ അയൽക്കാരൻ ആരാണ് എന്ന് തീരുമാനിക്കണമെങ്കിൽ ഇതാണ് പലപ്പോഴും നാം അവഗണിച്ച് കളയുന്നൊരു യാഥാർത്ഥ്യം. അത് പ്രത്യേക ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ട ഒരു ആവശ്യം ഇപ്പോഴുണ്ട്. നാം ആര് നമ്മുടെ അയൽക്കാരാണ്, ആര് നമ്മുടെ അയൽക്കാരല്ല എന്ന് തീരുമാനിക്കുന്നത് നമ്മളുടേതായ വളരെ സങ്കുചിതമായ ചില നിലപാടുകൾ കൊണ്ടും മാനുഷികമായ പരിമിതികൾ കൊണ്ടും ചാപല്യങ്ങൾ കൊണ്ടുമാണ്. ഉദാഹരണമായിട്ട് ഇപ്പോൾ ചെറുപ്പത്തിലൊക്കെ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ആദ്യം ഒരു വ്യക്തിയുമായ വലിയ സൗഹൃദം, വലിയ സ്നേഹം, കൂട്ടെന്ന് പറഞ്ഞാൽ വലിയ കൂട്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഒരു സൗന്ദര്യപ്പിണക്കം, ഒരു അഭിപ്രായ വ്യത്യാസം, പിന്നെ ആളിനെ കണ്ടുകൂടാ. കുറച്ച് നാളത്തേക്ക്, അധികം നാളില്ല, ആ ഒരു മൂക്കിക്കറിവ് നിൽക്കുന്നിടത്തോളം കാലം കണ്ടുകൂടാ. അപ്പോൾ അവൻ അയൽക്കാരനാണോ? കൂട്ടുകാരൻ അയൽക്കാരന് അല്ലാതായി തീരുകയാണ്. അവനെ കണ്ടാൽ ഒഴിഞ്ഞ് മാറിക്കളയുക, അല്ലെങ്കിൽ നിങ്ങളെ കാണുമ്പോൾ അവൻ ഒഴിഞ്ഞ് മാറിക്കളയുക. ഒരേ കൂട്ടിൽ, ഒരേ വീട്ടിൽ, ഒരേ കൂരയ്ക്ക് കീഴേ താമസിക്കുന്ന ആളുകൾ
പരസ്പരം അയൽക്കാർ പോലുമല്ല എന്ന വിധത്തിൽ താമസിക്കുന്ന ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് ക്രിസ്ത്യാനികൾ കേരളത്തിലുണ്ട്. ഒരേ പള്ളിയിൽ ഇരുന്ന് ആരാധിക്കുകയും യേശുവിൻ്റെ ശരീരരക്തങ്ങളെ ഭക്തിപൂർവ്വം കൈക്കൊള്ളുകയും ചെയ്യുന്ന ആളുകൾ, അവർ പരസ്പരം അയൽവാസികളല്ല എന്ന് നിർബന്ധം പിടിക്കുന്നവർ പതിനായിരക്കണക്കിനുണ്ട്. അപ്പോൾ നാം പരിഗണിക്കുന്ന ചോദ്യം അത്ര ചെറുതായ, അത്ര കൊച്ചു ചോദ്യമൊന്നുമല്ല എന്ന് മനസ്സിലാക്കുവാൻ വലിയ പ്രയാസമുണ്ടാകേണ്ട കാര്യമില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ആരാണ് എൻ്റെ അയൽക്കാരൻ എന്ന് ഞാൻ എങ്ങനെയാണ് തീരുമാനിക്കേണ്ടത്? ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഈ ന്യായശാസ്ത്രീയം അഭിമുഖീകരിച്ച പ്രശ്നം അതാണ്. അവനെല്ലാം അറിയാമായിരുന്നു, പക്ഷേ അവൻ അറിയാൻ വയ്യാത്തൊരൊറ്റ കാര്യം, എൻ്റെ അയൽക്കാരൻ ആരാണ് എന്ന് ഞാൻ എങ്ങനെയാണ് തീരുമാനിക്കേണ്ടത്? അതിൻ്റെ ഉത്തരമാണ് ഈശോ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ നിൻ്റെ അയൽക്കാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണമെന്ന് പറയുന്നതിന് മുൻപ് പറയുന്ന കൽപ്പനയിൽ അതിൻ്റെ ഉത്തരം അടങ്ങിയിട്ടുണ്ട് എന്ന് ന്യായശാസ്ത്രിക്ക് തിരിച്ചറിവുണ്ടായില്ല. ഇത് നമ്മുടെ ഓരോരുത്തരുടെയും അവസ്ഥയാണ് വാസ്തവത്തിൽ. ഇപ്പോൾ വേദപുസ്തകം കാണാപ്പാഠം അറിയാമെന്നത് കൊണ്ട് അതിൻ്റെ അർത്ഥം മനസ്സിലായിരിക്കണമെന്നില്ല. അതുകൊണ്ട് ആദ്യത്തെ കൽപ്പന, ഈ രണ്ട് പ്രധാനപ്പെട്ട കൽപ്പനകളിൽ ആദ്യത്തേത് അല്പം ഒന്ന് പരിഗണിക്കാം. ദൈവത്തെ എപ്രകാരം സ്നേഹിക്കണമെന്നാണ് പറയുന്നത്? പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും സ്നേഹിക്കണം. പൂർണ്ണം 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 4 തവണ. അതിൻ്റെ അർത്ഥം എന്താണ്? പൂർണ്ണതയിൽ ഒരു അതിരും ഒരു ഭിത്തിയും ഒരു ലേബലും നിലനിൽപ്പാൻ സാധ്യമല്ല. മനുഷ്യനിർമ്മിതമായ ലേബലുകളും ഭിത്തികളും മതിലുകളുമെല്ലാം അപൂർണതയുടെ സൃഷ്ടികളാണ്. ദൈവം സൃഷ്ടിച്ചയുടെ ഭൂമിയുടെ പരപ്പിൽ മനുഷ്യനാണ് ഭിത്തികൾ കൊണ്ട് നിറച്ചത്. ഈ ഒരു ഭിത്തിയെയും ദൈവം മാനിക്കുന്നതല്ല. അതുകൊണ്ട് ദൈവപുത്രൻ ചരിത്രത്തിലേക്ക് കടന്നു വന്നപ്പോൾ പൗലോസ് ഭാഷയിൽ പറഞ്ഞാൽ, കൊലോസ്യരുടെ ലേഖനത്തിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്നു, അവൻ വേർപാടിൻ്റെ നെടുംചുവരുകളെ ഇടിച്ചു കളയുവാൻ വന്നവനാണ്. മനുഷ്യനിർമ്മിതമായ ഒരു ചേരിതിരിവുകളും ഒരു വേലികെട്ടലും യേശു അംഗീകരിച്ചിരുന്നില്ല. കാരണം എന്താണ്? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവൻ ദൈവത്തെ സ്നേഹിച്ചു എന്നത് തന്നെയാണ്. ദൈവത്തെ സ്നേഹിക്കുമ്പോൾ, ഞാനതിന് മുമ്പ് ചെയ്ത ഒരു വീഡിയോയിൽ പറഞ്ഞ കാര്യം ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്, അത് അതിപ്രധാനമായതുകൊണ്ട് തന്നെ. ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അർത്ഥം, പൊരുൾ, ദൈവഹിതം ആരാഞ്ഞറിഞ്ഞ് അത് വിശ്വസ്തയോടുകൂടെ ഊർജ്ജസ്വലമായി നിർവഹിക്കുക എന്നുള്ളതാണ്. അപ്പം നാം ദൈവത്തെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുന്നതിൻ്റെ തെളിവ്, നാം എവിടെയായിരുന്നാലും ആരുടെയൊക്കെ സാമീപ്യത്തിലായിരുന്നാലും, നാം വെറുക്കുന്നവരുടെ, നമ്മെ വെറുക്കുന്നവരെ, നമ്മെ ആക്രമിക്കാൻ താല്പര്യത്തിരിക്കുന്നവരെ, ഏതെല്ലാം വിധത്തിൽ നമുക്ക് വേദന വരുത്താമോ അപ്രകാരം തന്നെ ചെയ്യുവാനായി സർവ്വകഴിയും ഉപയോഗിച്ച് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നവരുടെ സാഹചര്യത്തിലായിരിക്കുമ്പോഴും അവിടെ നമ്മുടെ മാനുഷികമായ വികാരങ്ങളും പ്രതികാര ബുദ്ധിയും അനുസരിച്ചല്ല നാം പ്രവർത്തിക്കേണ്ടത്. പിന്നെയോ ആ സാഹചര്യത്തിൽ ദൈവം എന്താണ് എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അത് ഞാൻ നിർവഹിക്കും. അതാണ് ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. അങ്ങനെ വരുമ്പോൾ അയൽക്കാരൻ ആരാണ് എന്നതിൻ്റെ ഉത്തരം അവിടെയുണ്ട്. നമ്മെ ദൈവം ഏത് സാഹചര്യത്തിൽ വഴി നടത്തുന്നുവോ, ഏതെല്ലാം സഹജീവികളുടെ അവസ്ഥയിലേക്ക് നമ്മെ വഴി നടത്തുന്നുവോ, ആരുമായിട്ടൊക്കെ ബന്ധം പുലർത്തുവാനും സഹകരിച്ച് പ്രവർത്തിപ്പാനും അല്ലെങ്കിൽ പ്രയാസമേറിയ ക്ലേശമേറിയ അവസ്ഥയിൽ ഇടപെട്ടു പോകുവാനും ഇടവരുന്നുവോ, അതിനെയൊക്കെയും അടക്കി ഭരിക്കുന്ന ഒരു ദൈവഹിതമുണ്ട് എന്നത് ഒരു വിശ്വാസിയുടെ ഏറ്റവും അടിസ്ഥാനപരമായ വിശ്വാസമർമ്മമാണ്. ഈ ലോകത്തിലുള്ള എല്ലാറ്റിനെയും അടക്കി ഭരിക്കുന്ന ദൈവഹിതം മാത്രമാണ്. ദ വിൽ ഓഫ് ഗാഡ് റെയിൻ സുപ്രീം ഓവർ ദ അഫെയർസ് ഓഫ് ദ വേൾഡ്. ഇതാണല്ലോ നമ്മുടെ വിശ്വാസത്തിനൊരു പ്രധാനപ്പെട്ട മർമ്മം. അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ മർമ്മമാണെങ്കിലും നാം അത് പ്രായോഗികമായി പ്രയോഗിക്കാറില്ല, അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ താത്വികമായി പറഞ്ഞാൽ ഇതാണ് നമ്മുടെ വിശ്വാസം.
അങ്ങനെയെങ്കിൽ അയൽക്കാരൻ ആരായിരിക്കണം? മനുഷ്യനിർമ്മിതമായ ഒരു ലേബലും ഒരു ചേരിതിരിവും ഒരു ത്തിൻ്റെ കാഴ്ചപ്പാടും പ്രയോഗിക്കുവാൻ നമുക്ക് അവകാശമില്ലാതെ എല്ലാവരെയും ദൈവം എപ്രകാരം കാണുന്നു, കരുതുന്നു, അതിനനുസരിച്ച് കാണുകയും അവരോട് ബന്ധം പുലർത്തുകയും അല്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളോട് പ്രതികരിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് നാം ദൈവത്തെ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും സ്നേഹിക്കുന്നത്. അങ്ങനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിൽ എല്ലാവരും ഒരു വ്യക്തി പോലും ഒഴിവില്ലാതെ എല്ലാവരും അയൽക്കാരാണ്, യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെ അവരെ ഓരോരുത്തരെയും നമ്മളെപ്പോലെ തന്നെ സ്നേഹിപ്പാൻ നാം ബാധ്യസ്ഥരാണ് എന്നതാണ് ഈ 2 കൽപ്പനകളും കൂടെ നാം കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ് 2ാമത്തെ കൽപ്പന അതിനോട് സമം എന്ന് പറയുന്നത്. സമം എന്ന് പറഞ്ഞാൽ ഒന്ന് മറ്റതിനെ പൂരിപ്പിക്കുന്നു. 2ാമത്തെ കൽപ്പനയുടെ അർത്ഥം മനസ്സിലാകണമെങ്കിൽ 1ാമത്തെ കൽപ്പനയുടെ വെളിച്ചത്തിൽ അത് മനസ്സിലാക്കാൻ ശ്രമിക്കണം എന്നാണ് എൻ്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ മനുഷ്യനിർമ്മിതമായ ഈ ലോക ലേബലുകൾ ആരുടെയും മുഖത്ത് നിങ്ങൾ ഒട്ടിക്കരുത്. എല്ലാവരും നിങ്ങളുടെ അയൽക്കാരാണ് എന്നുള്ള ഈ ഒരു ചിന്ത, ഈ ഒരു വെളിപ്പെടുത്തൽ, ഈ ഒരു വലിയ ചുമതല ബോധം, അത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ യഥാർത്ഥത്തിൽ നാം അത് ആത്മാവിലും സത്യത്തിലും അംഗീകരിക്കുമെങ്കിൽ അത് വലിയ വിടുതലിന് മുഖാന്തരമായി തീരും എന്ന് പറയാതിരിക്കാൻ യാതൊരു നിവൃത്തിയുമില്ല. നാം നമ്മുടെ ഓരോരുത്തരുടെയും, ഞാൻ എൻ്റെ അനുഭവം പരിഗണിച്ച് പറയുകയാണ്. ഞാൻ ഏതെല്ലാം അവസരങ്ങളിൽ ഈ ഒരു അച്ചടക്കം പാലിക്കുന്നതിൽ പരാജയപ്പെട്ടിട്ടുണ്ടോ ആ അവസരങ്ങളിലെല്ലാം തന്നെ ഞാൻ എന്നിലേക്ക് ചുരുങ്ങി അടുങ്ങിപ്പോയിട്ടുണ്ട്. എൻ്റെ സ്വാതന്ത്ര്യം നശിച്ചു പോയിട്ടുണ്ട്. എൻ്റെ പ്രസക്തി പൂർണ്ണമായും അവസാനിച്ചു പോയിട്ടുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ആരെൻ്റെ അയൽക്കാരനാണ്, എൻ്റെ അയൽക്കാരനായി എനിക്ക് സ്വീകരിക്കാൻ കഴിവില്ല എന്നതാണ്. ഇതേ പ്രശ്നം യഹൂദ ജനത്തെ നന്നേ ബാധിച്ചിരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അന്നത്തെ പുരോഹിതവർഗമായിരുന്നു. നമുക്കറിയാം, ലോകത്തിൽ എല്ലായിടത്തും ചേരിതിരിവുകൾ ദൈവത്തിൻ്റെ പേരിൽ സൃഷ്ടിക്കുന്നത് പുരോഹിത വർഗമാണ്. ഞാനിത് പറയുന്നത് പുരോഹിതരോടുള്ള വ്യക്തിപരമായ ഉദ്വേഷം കൊണ്ടല്ല, ഒരു ചരിത്ര യാഥാർത്ഥ്യം രേഖപ്പെടുത്തുന്നു എന്നത് മാത്രമാണ്. പുരോഹിതർ ഇടപെടുന്നില്ല എങ്കിൽ മനുഷ്യർ ഒട്ടുമുക്കാലും സമാധാനത്തോടും പരസ്പര സഹകരണത്തോടും കഴിഞ്ഞു പോകും. എന്നാൽ അതേസമയം തന്നെ ഓരോരോ വ്യത്യസ്തമായ സഭകളുടെയും ഓരോരോ മതങ്ങളുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി പുരോഹിതവർഗം ഇറങ്ങി പ്രവർത്തിക്കുമ്പോഴാണ് ജനങ്ങളുടെ മധ്യത്തിൽ പരസ്പര സ്പർദ്ധയും വിവേചന ബുദ്ധിയും വൈരാഗ്യവും വളരെയധികം മൂർച്ഛിച്ചു വരുന്നത് എന്ന് നമുക്ക് വ്യക്തമായി അറിയാവുന്നതാണ്. അപ്പോൾ ഇതൊരു കൽപ്പനയാണ്. കൽപ്പനയെന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പാലിക്കാം, ഇഷ്ടമില്ലെങ്കിൽ പാലിക്കേണ്ട എന്ന അർത്ഥം അവിടെ ഇല്ല. നാം ദൈവത്തോട് ബന്ധം പുലർത്തുമ്പോൾ, ഞാനിവിടെ പ്രധാനപ്പെട്ട ഒരു ആശയം ഇവിടെ അവതരിപ്പിക്കാൻ പോവുകയാണ്. അല്പം പ്രകോപനാത്മകമായ ഒരു ആശയം ഞാൻ അവതരിപ്പിക്കാൻ പോവുകയാണ്. ദൈവത്തെ സ്നേഹിക്കുന്നു, ആ ഒരു സാഹചര്യത്തിൽ ഇത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. നാം ദൈവത്തെ സ്നേഹിക്കുമ്പോൾ അതുകൊണ്ട് സംഭവിക്കേണ്ടത് നമ്മുടെ സ്വാതന്ത്ര്യം 100% ഇല്ലാതാകുന്നു എന്നതാണ്. The real proof that we love God is that we renounce our freedom. അത് സാധാരണ മനസ്സിലാക്കാൻ പ്രയാസമുള്ളൊരു വിഷയമായതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി 1-2 കാര്യങ്ങൾ, 1-2 വാചകങ്ങൾ മാത്രം പറയട്ടെ. 2, 3, 4, 5 വാക്യങ്ങൾ. നാം സാധാരണ പ്രവർത്തിക്കുന്നത്, പ്രതികരിക്കുന്നത്, നിലപാടുകൾ എടുക്കുന്നത് നമ്മുടെ ഇംഗിതമനുസരിച്ചാണ്. നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇംഗിതം നമ്മെ എങ്ങോട്ട് നയിക്കുന്നു. ഇന്നയാളിനെ എനിക്കിഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ അയാളുടെ മുഖത്ത് നോക്കത്തില്ല. അത് നമ്മുടെ സ്വാതന്ത്ര്യമാണ് എന്ന് വേണമെങ്കിൽ പറയാം. അത് വാസ്തവത്തിൽ നമ്മുടെ പരിമിതിയാണ്. അങ്ങനൊരു പ്രതിസന്ധിയെ അഭിമുഖീകരിച്ച് അതിനെ അതിജീവിക്കാൻ നമുക്ക് കെൽപ്പില്ലാത്തത് കൊണ്ട്
അതിൽ നിന്ന് മുഖം തിരിച്ച് നടന്നു പോകുന്നു. അത് നമ്മുടെ സ്വാതന്ത്ര്യമല്ല, നമ്മുടെ പരിമിതി തന്നെയാണ്. എന്നാൽ നാം ദൈവത്തെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും എക്സെട്ര സ്നേഹിക്കുമ്പോൾ നമുക്ക് അങ്ങനെ സ്വന്തം താല്പര്യമനുസരിച്ച്, സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കാനുള്ള അനുവാദമുണ്ടാകുകയില്ല, സ്വാതന്ത്ര്യമുണ്ടാകുകയില്ല. നാം ഇതുവരെ സ്വാതന്ത്ര്യമായി നാം ധരിച്ചു വച്ചിരുന്നത് സ്വാതന്ത്ര്യമല്ല എന്ന് നമുക്ക് ബോധ്യപ്പെടും. സ്വാതന്ത്ര്യത്തെപ്പറ്റിയുള്ള നമ്മുടെ ധാരണകൾ തിരുത്തപ്പെടും. അങ്ങനെ നോക്കുമ്പോൾ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം എന്താണ്? അതാണ് യേശുവിൽ കൂടെ നാം മനസ്സിലാക്കേണ്ടത്. യേശു പറഞ്ഞു, പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. ഞാൻ ഇതിനെപ്പറ്റി ഒരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുള്ളതാണ്. ആ വീഡിയോയിൽ ഉൾപ്പെടുത്താത്ത ആശയമാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. പുത്രൻ നമ്മെ സ്വതന്ത്രരാക്കുക എന്ന് പറഞ്ഞ അർത്ഥം, പുത്രൻ ദൈവത്തെ നിരുപാധികമായി സ്നേഹിച്ചു. അങ്ങനെ നിരുപാധികമായി സ്നേഹിച്ചത് കൊണ്ട് പുത്രൻ അവൻ്റെ സ്വാതന്ത്ര്യം 100% ഉപേക്ഷിച്ചു. എന്ന് പറഞ്ഞാൽ ദൈവഹിതം നിറവേറ്റുന്നതിന് തന്നെ നിരുപാധികമായി ഏൽപ്പിച്ചു കൊടുത്തു. നമുക്ക് ദൈവഹിതം നിർവഹിപ്പാനും നമ്മുടെ സ്വാതന്ത്ര്യം അനുസരിച്ച് ജീവിപ്പാനും സാധ്യമല്ല, യാതൊരു സംശയവും വേണ്ട. അതിൻ്റെ ഉദാഹരണമാണ് ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 57 മുതലുള്ള വാക്യങ്ങളിൽ 3 യുവാക്കന്മാരെ യേശു കണ്ടുമുട്ടുന്നുണ്ട്. അതിലൊരുത്തൻ ഇങ്ങോട്ട് വന്ന് പറയുന്നു, ഞാൻ നിന്നെ അനുഗമിച്ചോളാം. അപ്പോൾ യേശു പറയുന്നുണ്ട്, കുറുനീരകൾക്ക് കുഴിയുണ്ട്, ആകാശത്തിലെ പറവകൾക്ക് കൂടുതൽ, മനുഷ്യപുത്രന് തലചായ്ക്കാൻ ഇടമില്ല എന്ന് പറഞ്ഞപ്പോൾ അവൻ ഓടി രക്ഷപ്പെട്ടു. കാരണം അവൻ്റെ പ്രതീക്ഷകളാപ്പാടെ തകർന്നുപോയി. അപ്പം അവൻ്റെ സ്വാതന്ത്ര്യമനുസരിച്ച്, താല്പര്യമനുസരിച്ച് ഇവിടെ കയറി ഇടം പിടിക്കാമെന്നാണ് വിചാരിച്ചത്. അത് മനസ്സിലാക്കിയ യേശു അങ്ങനെയുള്ള ആളുകൾ ഒരിക്കലും ഇങ്ങോട്ട് കടന്നു വരേണ്ട ആവശ്യമില്ല എന്നേക്കുമായി സൂചിപ്പിക്കുന്നതുകൊണ്ടാണ് ഒരിക്കലും മറന്നു പോകാൻ സാധ്യമല്ലാത്ത വിധത്തിൽ ഈ ആശയം അവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് മാത്രം ഞാൻ സൂചിപ്പിച്ചത് അതുകൊണ്ട് തൃപ്തിപ്പെടുകയാണ്. രണ്ടാമത്തെ ആളിനോട് അനുഗമിക്കാൻ പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ പോയി എൻ്റെ അപ്പനെ ഒന്ന് കുഴിച്ചിട്ടിട്ട് വരട്ടെ. അപ്പോൾ അവിടെ അവൻ്റെ സ്വാതന്ത്ര്യമാണ്, അവൻ തോന്നുന്ന പോലെ ചെയ്യുക. മൂന്നാമത്തിനോട് പറഞ്ഞു, ഞാൻ എല്ലാവരോടും പോയി യാത്ര പറഞ്ഞിട്ട് വരട്ടെ. അപ്പോഴാണ് യേശു പറയുന്നത്, കലപ്പയ്ക്ക് കൈവച്ച് തിരിഞ്ഞു നോക്കുന്നവൻ സ്വർഗരാജ്യത്തിന് പറ്റിയവനല്ല. അപ്പോൾ ഇവിടെയൊക്കെ സ്വാതന്ത്ര്യത്തിൻ്റെ ഓരോ ധ്വനികളാണ് നാം കാണുന്നത്. ഇത് നാം ഉപേക്ഷിക്കാതെ ദൈവഹിതം നിർവഹിക്കുന്ന സാധ്യതയേ ഇല്ല. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ എന്താണ്? നമ്മുടെ കാര്യം നടക്കണം, നമ്മുടെ ഇഷ്ടം അതുപോലെ നടക്കണം. ദൈവം പോലും നമ്മുടെ ഇഷ്ടമനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തോണം. പിന്നെ നമ്മൾ ദൈവഹിതം എന്താണെന്നൊക്കെ, നിൻ്റെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകട്ടെ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിച്ച് കളയും. എല്ലാ ദിവസവും 2 തവണയൊക്കെ പ്രാർത്ഥിച്ച് കളയും. പക്ഷേ ഇതെന്താ പറയുന്നത് എന്താണെന്നതിനെപ്പറ്റി നമുക്ക് യാതൊരു ബോധവുമില്ല, അറിയണമെന്ന് താല്പര്യമില്ല. അങ്ങനെ ഒഴുകി പോവുകയാണ്. ഈ ഒരു അവസ്ഥയെ അഭിമുഖീകരിച്ചുകൊണ്ടാണ് ഈ ഒരു സംഭാഷണം, അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഈ ഒരു വലിയ ശ്രദ്ധേയമായ ഈ ഉപമ എന്നത് നാം പ്രത്യേകമായി ധരിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം, അയൽക്കാരൻ ആരാണ്? ലോകത്തിലുള്ള എല്ലാവരും, ജാതി മത വർണ്ണ ലിംഗ ഭേദമന്യേ ലോകത്തിലുള്ള എല്ലാവരും ഓരോരോ സാഹചര്യമനുസരിച്ച് നമ്മുടെ അയൽക്കാരാണ്. നാം ആരുടെ കൂടെ എപ്പോഴാകുന്നു അവരൊക്കെ നമുക്ക് അയൽക്കാരാണ്. ഞാനിപ്പോൾ ഇവിടെ നിന്ന് വിട്ട് പാകിസ്ഥാനിലൊന്ന് സന്ദർശിച്ചാൽ ഞാൻ കണ്ടുമുട്ടുന്നവരൊക്കെ എൻ്റെ അയൽക്കാരാണ്. വേണ്ട, ദൂരെ ഒരു സ്ഥലത്ത് ആളുകൾ കഷ്ടപ്പെടുന്നു. ഇപ്പോൾ ഗാസയിൽ ആളുകൾ കഷ്ടപ്പെടുന്നു. അതെൻ്റെ അയൽക്കാരുടെ കഷ്ടപ്പാടാണ്. അതിനു മുൻപ് ഇസ്രയേലിൽ കയറി ഹമാസ് വളരെ സമർത്ഥമായി ആക്രമണം നടത്തി. 1400 പേരെ കൊന്ന് അവരുടെ സാമർഥ്യം തെളിയിച്ചു. അവരത് ആഘോഷിച്ചു, അർമാദിച്ചു. അവിടെ കൊല്ലപ്പെട്ടവരും എൻ്റെ അയൽക്കാർ തന്നെയാണ്. ഈ ദുഃഖം പേറിക്കൊണ്ട് ഈ ലോകത്തിൽ വസിപ്പാൻ നാം നിർബന്ധിതരാണ്. ആ ഒരു ബോധം നമുക്കുണ്ടാകണം. എന്നാൽ മാത്രമേ ആത്മീയമായി നമുക്ക് എന്തെങ്കിലും കണ്ണു തുറന്നു എന്തെങ്കിലും നമുക്ക് അവകാശപ്പെടുവാൻ സാധ്യമാകുകയുള്ളൂ എന്നതാണ് യേശു നമ്മെ അറിയിക്കുന്നത്.
അപ്പോൾ നാം യഥാർത്ഥത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ തെളിവെന്താണ്? നമുക്ക് അവകാശപ്പെടാമെന്നും ദൈവത്തെ സ്നേഹിക്കുന്നു, ദൈവത്തെ സ്നേഹിച്ചില്ലെങ്കിൽ എനിക്ക് മുട്ടിപ്പോകും എന്നൊക്കെ വേണേൽ പറയാം. പക്ഷേ അതിലെന്തെങ്കിലും അർത്ഥമോ സത്യമോ ഉണ്ടാകണമെങ്കിൽ പ്രാവർത്തികമായ നമ്മുടെ നിലപാടുകൾ എന്താണ്? മറ്റുള്ളവരെ നാം എങ്ങനെ കാണുന്നു, അവരോട് എപ്രകാരം നാം ബന്ധം പുലർത്തുന്നു, നാം എത്രയെത്ര ചേരിതിരിവുകളുടെ ലേബലുകൾ ഉള്ളിൽ ഒളിച്ചുകൊണ്ട് നടക്കുന്നു, എത്രയെത്ര ലേബലുകളിൽ നാം അഭിമാനിക്കുന്നു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാനൊരിക്കൽ ബഹ്റിനിൽ മാർത്തോമാക്കാരുടെ ഒരു മീറ്റിങ്ങിൽ കൺവെൻഷനിൽ പ്രസംഗിക്കാൻ പോയപ്പോൾ അവിടെ ഞാൻ താമസിച്ചത് വളരെ തലയെടുപ്പുള്ള ധനികനായ ഒരു മാർത്തോമാക്കാരൻ്റെ ഭവനത്തിലാണ്. അവിടെയാണ് എനിക്ക് താമസം അവർ ഒരുക്കിയത്. അതുകൊണ്ട് ഞാൻ അവിടെ താമസിച്ചു. അപ്പോൾ ആഹാരം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം അച്ഛ എന്നാണ് വിളിക്കുന്നത്, അച്ഛ എനിക്കൊരു കാര്യത്തിൽ വലിയ അഭിമാനമുണ്ട്. അതെന്താണ്? എൻ്റെ സഭ ഈ ദളിതന്മാരെ വലിച്ചൊന്നും അകത്ത് കയറ്റിയില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് സ്വൈര്യമായിട്ടിരുന്ന് ആരാധിക്കാം. കാരണം ഈ കീഴാളന്മാരായ ആളുകൾ നമ്മുടെ അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ വലിയ അരോചകത്വമാണ്, മനസ്സ് ഒരു ഉളുപ്പ് തോന്നും. അത് പ്രയാസമാണ്. ഇത്രമാത്രമൊക്കെ നമ്മുടെ ആവേശം, നമ്മുടെ ആത്മീയമായ വിടുതൽ, വളർച്ച വന്നിട്ടുള്ളൂ എന്നത് സൂചിപ്പിക്കാൻ സന്തോഷമില്ല. പക്ഷേ യാഥാർത്ഥ്യബോധം അല്പം അനുവദിച്ചു കൊടുക്കുന്നത് തെറ്റല്ല എന്നുകൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. ദൂതൻ ലൗദോക്യ സഭയോട് പറയുന്നില്ലേ, നിൻ്റെ വീഴ്ച എത്ര വലുതാണെന്ന് നീ തിരിച്ചറിയണം, നീ എവിടെയാണ് ഇപ്പോൾ കിടക്കുന്നത് എന്ന് നീ തിരിച്ചറിയണം എന്ന് പറയുന്നത് പോലെയാണ് ഞാൻ ഈ ഒരു കാര്യം ഓർമ്മയിൽ നിന്ന് നിങ്ങളെ അറിയിക്കുന്നതെന്നും കൂടെ പറയട്ടെ. അപ്പോൾ അതുകൊണ്ട് മനുഷ്യരെ ആരുമായിക്കൊള്ളട്ടെ, ക്രിസ്ത്യാനായിക്കൊള്ളട്ടെ, അക്രൈസ്തവനായിക്കൊള്ളട്ടെ, നല്ലവനായിക്കൊള്ളട്ടെ, തീവനായിക്കൊള്ളട്ടെ, നമ്മെ ബഹുമാനിക്കുന്നവരായിക്കൊള്ളട്ടെ, അപമാനിക്കുന്നവരായിക്കൊള്ളട്ടെ, ആരുമായിക്കൊള്ളട്ടെ, അങ്ങനെയുള്ളവരെ അയൽക്കാരായി കരുതുവാനും അവരെ സ്നേഹിപ്പാനുമുള്ള ആത്മീകമായ വ്യക്തിത്വവും പക്വതയും നമുക്കുണ്ടോ എന്ന ഒരു സുപ്രധാനമായ ചോദ്യം ഈ വചനം നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നുണ്ട്. അത് നമ്മുടെ ഓരോരുത്തരുടെയും ആത്മീകമായ വളർച്ചയുടെ അളവുകോലായി നാം മനസ്സിലാക്കണം. എന്നാൽ സങ്കടം എന്ന് പറയട്ടെ, ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ചേരിതിരിവുകളിൽ തങ്ങി നിൽക്കുന്നതാണ് ഒരു വിശ്വാസിയുടെ കടമയെന്ന് അവ നിരന്തരം ഉത്ബോധിപ്പിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് ഞാൻ വളരെ ദുഃഖത്തോടെ പറയുകയാണ്, കേരളത്തിൽ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിൽ വർഗീയമായ അകൽച്ച ഉണ്ടാക്കണമെന്ന് വളരെയധികം ആഗ്രഹിക്കുകയും അതിനുവേണ്ടി അഹോരാത്രം അധ്വാനിക്കുകയും ചെയ്യുന്ന നേതൃത്വമാണ് പല സഭകളിലും ഇന്ന് രാജ്യത്വം ചെയ്യുന്നത് എന്ന ദുഃഖത്തോടു കൂടെയാണ് ഞാൻ പറയുന്നത്. എന്നാൽ പലരും ഇത് ഞാൻ പറയുമ്പോൾ എന്നോട് അമർഷം കാണിക്കാറുണ്ട്. കാരണം അവർ പറയുന്നത് മുസ്ലിങ്ങൾ ആരാണെന്ന് തനിക്ക് യാതൊരു ബോധവുമില്ലാത്തത് കൊണ്ടാണ് അവരെ വെറുക്കരുതെന്നും അവരെ നമ്മളെപ്പോലെ തന്നെ കരുതണമെന്നും പറയുന്നത്. പ്രിയമുള്ളവരെ, എനിക്ക് അവകാശവാദമായിട്ട് ഒന്നും പറയാനില്ല. പക്ഷേ ഞാനൊരു വസ്തുത നിങ്ങളോട് പറയാം. അങ്ങനെ പറയുന്ന എല്ലാവരേക്കാളും കുറഞ്ഞ പക്ഷം 30 വർഷം എനിക്ക് മുസ്ലിം സമുദായത്തോട് അടുത്ത ബന്ധമുണ്ടായിരുന്നു. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കിടക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അതിനുവേണ്ടി മാത്രം സൂചിപ്പിക്കുകയാണ്. പക്ഷേ ഈ കൽപ്പനകളിൽ നാം വിശ്വസിക്കുന്നുവെങ്കിൽ, നിൻ്റെ അയൽക്കാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണമെന്ന കൽപ്പനയിൽ നീ വിശ്വസിക്കുന്നുവെങ്കിൽ, ഞാൻ വിശ്വസിക്കുന്നുവെങ്കിൽ, ലോകം നിർദ്ദേശിക്കുന്ന, ലോകം നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന, കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ ഇന്ന് കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ സംഘപരിവാർ നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ഈ ശത്രുതാ മനോഭാവം, ഇത് പാലിക്കാൻ നാം നിർബന്ധിതരാണെന്ന് ചിലർ വിചാരിക്കുകയാണ്. നിങ്ങളത് മനസ്സിലാക്കണം. സംഘപരിവാർ പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരെ വെറുക്കുകയും അവരെ ശത്രുക്കളായി കാണുകയും അവരെ കുഷ്ഠരോഗികളെ പോലെ പരിഗണിക്കുകയും ചെയ്യും. അതാണ് നമ്മുടെ ആത്മീയമായ നിലപാടെന്ന് പറഞ്ഞാൽ നാം എത്ര ഭീകരമായി വീണുപോയിരിക്കും, നമ്മുടെ പതനം എത്ര മർമ്മഭേദകരമാണ് എന്ന് നാം തിരിച്ചറിയേണ്ട ആവശ്യമില്ലയോ?
ഞാനിത് പറയുന്നത് എനിക്ക് മുസ്ലിം സമുദായത്തോട് എന്തെങ്കിലും കടപ്പാടുണ്ടായിട്ടല്ല. ഒരു ക്രിസ്ത്യാനിയായി ഞാൻ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ഇതെൻ്റെ കടമയാണ് എന്ന് വ്യക്തമായ അറിവുള്ളതാണ്. ഒരു അനുഭവം കൂടെ പറഞ്ഞിട്ട് നിർത്താൻ പോകുകയാണ്. 2002 ഗുജറാത്ത് റയറ്റ് പൊട്ടിപ്പുറപ്പെട്ടു. അത് 2-3 മാസം നീണ്ടു നിന്നു, നിങ്ങൾക്കറിയാം. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന മുസ്ലിങ്ങളുടെ അരിഷ്ടത മനസ്സിലാക്കി ഏതെല്ലാം വിധത്തിൽ നമുക്ക് ഇടപെടാൻ കഴിയും എന്ന അന്വേഷണത്തിൽ ഗുജറാത്തിൽ ഈ വലിയ വർഗീയതകൾ നടക്കുമ്പോൾ അതിൽ കൂടെ ഒരു പീസ് മാർച്ച് നടത്താനായി തീരുമാനിക്കുകയും സ്വാമി അക്തിവേഷും ഞാനും കൂടെ ഇത് സംഘടിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ അതിനോട് സംബന്ധമായി അന്നത്തെ പ്രൈം മിനിസ്റ്ററായിരുന്ന അടൽ ബിഹാരി വാജ്പേയിയുടെയും അന്നത്തെ ലീഡർ ഓഫ് ദി ഓപ്പോസിഷനായിരുന്ന സോണിയാഗാന്ധിയുടെയും എൻഡോഴ്സ്മെൻറ്റ് പ്രാപിക്കുന്നത് ഇതിൽ നല്ലതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ അതിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു. ഞാനങ്ങനെ സോണിയാഗാന്ധിയെ അപ്പോയിൻമെൻറ്റ് എടുത്തു, കണ്ടു. ഈ കാര്യം അവതരിപ്പിച്ചപ്പോൾ അവർ വളരെ ശ്രദ്ധയോടെ വളരെ ബഹുമാനത്തോടെ കേട്ടിരുന്നിട്ട് അവസാനം എന്നോട് ചോദിച്ചു, ഇത് ക്രിസ്ത്യാനികളെ ബാധിക്കുന്നൊരു പ്രശ്നമല്ലല്ലോ, പിന്നെന്താണ് ഫാദർ ഇത്ര ഒരു സാഹസികതയോടുകൂടെ അപകടം വരാൻ സാധ്യതയുള്ള സാഹചര്യത്തിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നെന്ന് അവരോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനൊരു ക്രിസ്ത്യാനി ആയതുകൊണ്ടാണ്. ലോകത്തിലുള്ള ആർക്കെല്ലാം എവിടെയെല്ലാം ഭീതിയും അനീതിയും അക്രമവും നിസ്സഹായതയും അനുഭവപ്പെടുന്നു, അതൊക്കെയും ഞാനും അനുഭവിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞപ്പോൾ അവർ വളരെ അന്നേരം തന്നെ എന്നോട് പറഞ്ഞു, ഇവിടെ ഞാൻ ഇപ്പോൾ എഴുതിത്തരാം, ഇതും കൊണ്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചെയ്യിച്ച് സൈൻ ചെയ്ത് എൻ്റെ കയ്യിൽ തന്നു. ഇതൊക്കെയും അവിസ്മരണീയമായ അനുഭവങ്ങളാണ്. ഇങ്ങനെയുള്ള അനുഭവങ്ങളിൽ കൂടെയുമാണ് ഇപ്രകാരമുള്ള ആത്മീയ സത്യങ്ങൾ കുറച്ചുകൂടെ സ്പഷ്ടമായി വ്യാപകമായി മനസ്സിലാക്കുവാൻ ഇടയായിട്ടുള്ളത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ഒരു ധ്യാനത്തിൽ പങ്കെടുത്ത നിങ്ങൾ ഓരോരുത്തരോടുമുള്ള ആത്മീയമായ വാത്സല്യം ഒരിക്കൽ കൂടെ പകർന്നുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഏവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.